Exercise 3.5, question number 3. Solve the following pair of linear equations by the substitution and cross multiplication method. ഇവിടെ ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഇക്വേഷൻസിനെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും അതുപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡും രണ്ടും ഉപയോഗിച്ച് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ ചെയ്താലും ഉത്തരം കിട്ടുന്നത് സെയിം ആയിരിക്കും. രണ്ട് മെത്തേഡും ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പോവാണ്. ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അതിനായിട്ട് ആദ്യത്തെ ഇക്വേഷൻ എടുത്ത് എഴുതുവാണ്. എന്നിട്ട് അത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതി. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 8x അങ്ങനെ തന്നെ എഴുതി. 5നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 9 - 5y എന്നാവും. അടുത്തത് x is equal to ഈ 8ന് ഇങ്ങോട്ട് വരുമ്പോൾ 9 - 5y ഡിവൈഡഡ് ബൈ 8 ആവും. അപ്പോൾ എക്സിനൊരു വാല്യൂ കിട്ടി. ഈ കിട്ടിയ വാല്യൂ കൊണ്ടുപോയി ഇക്വേഷൻ നമ്പർ 2 എക്സിന് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ നമ്പർ 2 ഇതാണ്. 3x + 2y = 4. ഇതിൽ 3 × എക്സിന് പകരം ഈ ഒരു ടേം എഴുതുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. +2y = 4. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3 × 9 27 -3 × 5 15y 5y ആണ്. അപ്പോൾ 15y ഡിവൈഡഡ് ബൈ 8 + 2y അതുപോലെ തന്നെ =4 അങ്ങനെ തന്നെ എഴുതി. ഇനി ഇത്ര ടേമിനെ 8 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഇതൊരു ഫ്രാക്ഷനാണ് ഈ ഒരു പോർഷൻ. ഇവിടെ ഒരു 2y ഉണ്ട്. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യുവാണ്. അതായത് 8നെ 2y വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ 27 അങ്ങനെ തന്നെ -50. ഇവിടെ 2yയുടെ താഴെ ഒന്നുമില്ല. അപ്പോൾ ഇതിനെ അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. 27 - 15y +8 × 2 16y ഹോൾ ഡിവൈഡഡ് ബൈ 8 എന്നാവും =4. ഇനി 8ന് അങ്ങോട്ട് പോകുമ്പോൾ 8 × 4 ആവും. അപ്പോൾ 32. ഈ ടേം അങ്ങനെ തന്നെ 27 - 15y +16y = 32. ഇവിടെ 15yയും 16y ഉണ്ട്. 15y നെഗറ്റീവ് ആണ്, 16y പോസിറ്റീവ് ആണ്. അപ്പോൾ ഒരു നെഗറ്റീവ് നമ്പർ പ്ലസ് ഒരു പോസിറ്റീവ് നമ്പർ സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് വലുതിൻ്റെ സൈൻ ഇടുമ്പോൾ 27 അങ്ങനെ തന്നെ 16y - 15y 1y = 32. y വാല്യൂ കണ്ടുപിടിക്കാൻ 32 അങ്ങനെ തന്നെ 27നെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ 27 മൈനസ് ആയി. 32 - 27 5. അപ്പോൾ y വാല്യൂ ഇവിടുന്ന് കിട്ടി. ഇനി വൈയുടെ വാല്യൂ ഇവിടുന്ന് ഓൾറെഡി നമ്മൾ x = എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. 9 - 5 × yക്ക് പകരം ഈ 5 ഇടുക ഡിവൈഡഡ് ബൈ 8. അതായത് 9 - 25 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. 9ൽ നിന്ന് 25 പോയാൽ നെഗറ്റീവ് വരും. x -16 ഡിവൈഡഡ് ബൈ 8. അതായത് -2. അപ്പോൾ നമുക്ക് എക്സ് വാല്യൂ കിട്ടി -2, അതുപോലെ y വാല്യൂ കിട്ടി 5ഉം കിട്ടി. ഇങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡും യൂസ് ചെയ്യണം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ കിട്ടിയ വാല്യൂസ് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും എഴുതുന്നത് പോലെ അതിൻ്റെ ഫോർമാറ്റ് എഴുതിയിട്ടുണ്ട്. വേരിയബിൾസ് എക്സും വൈയും ആണ്. അപ്പോൾ എക്സും വൈയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോൺസ്റ്റൻസ് രണ്ടും 9ഉം ഈ ഇക്വേഷനിലെ കോൺസ്റ്റൻറ്റ് 4 ആണ്. ഇത് രണ്ടും റൈറ്റ് സൈഡിലാണ്, =ന് അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻസിനെ റീഅറേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ C1ന് ഈ 9 ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല, അതുപോലെ തന്നെ 4നെയും ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. അതുകൊണ്ട് 1ന് പകരം -1 ആണ് ഇടേണ്ടത്. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ b1ന് പകരം b1 എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷനിൽ y കോഎഫിഷ്യൻറ്റ് അതായത് 5, b2 ഈ ഇക്വേഷനിൽ y കോഎഫിഷ്യൻറ്റ് 2, c1 9 ഇട്ട് കൊടുക്കുക, അതുപോലെ c2 4, a1 8, a2 3, അതുപോലെ തന്നെ b1 5, b2 2. ഇനി x ഡിവൈഡഡ് ബൈ 5 × 4 20 -2 9s are 18 = y divided by 9 × 3 27 -
4 into 8, 32 is equal to -1 divided by 8 into 2, 16 minus 3 into 5, 15. ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കിട്ടും 20 മൈനസ് 18 2x/2 ഇസ് ഈക്വൽ ടു y/27 32 പോയാൽ -5 ഇസ് ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ 16 മൈനസ് 15 1. അപ്പോൾ ഈ പാർട്ട് നമുക്ക് -1 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ -1 തന്നെ. ഇനി നമുക്ക് ഓരോന്നും ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സ് പാർട്ട് ഇക്വേറ്റ് ചെയ്യാം. x/2 ഇസ് ഈക്വൽ ടു -1. അതായത് എക്സിൻ്റെ വാല്യൂ 2 അങ്ങോട്ട് പോകുമ്പോൾ -1 ഇൻറ്റു 2 അതായത് -2. ഇതാ ക്രോസ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലും എക്സ് വാല്യൂ നമുക്ക് കിട്ടിയത് -2. ഇനി വൈ പാർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y/-5 ഇസ് ഈക്വൽ ടു -1. അവിടുന്ന് വൈ വാല്യൂ കണ്ടുപിടിക്കാൻ -1 ഇൻറ്റു -5. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, 1 ഇൻറ്റു 5 5. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്തപ്പോഴും നമുക്ക് എക്സിന് നെഗറ്റീവും -2ഉം അതുപോലെ വൈക്ക് +5ഉം കിട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് അടുത്തത്. ഇതിൽ 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ സബ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഈ ക്വസ്റ്റ്യൻ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല, ആ സിറ്റുവേഷൻ മാത്രമാണ് ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളത്. A part of monthly hostel charges fixed and the remaining depends on the number of days one has taken food in the mess. ഒരു ഹോസ്റ്റലിലെ ഒരു മാസത്തെ ചാർജ് അല്ലെങ്കിൽ ഫീസ്, അതിനൊരു ഫിക്സഡ് ഫീസ് ഉണ്ട്. കൂടാതെ ഓരോ ദിവസവും അവിടുത്തെ മെസ്സിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ചാർജും കൂട്ടി, അങ്ങനെയാണ് ടോട്ടൽ ഒരു മാസത്തെ ഫീസ് അവർ കളക്ട് ചെയ്യുന്നത്. അതായത് സിറ്റുവേഷൻ പറഞ്ഞിട്ടുള്ളത് 2 പാർട്ടായിട്ടാണ് അവർ ഹോസ്റ്റൽ ചാർജ് ചെയ്യുന്നത്, ഹോസ്റ്റൽ ഫീസ് ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞത്. അതായത് ഇതിൽ ഒരു പാർട്ട് ഫിക്സഡ് ചാർജാണ്. അവരത് ഒരു ദിവസം താമസിച്ചാലും ഒരു മാസം താമസിച്ചാലും ഒക്കെ അവരൊരു ഫിക്സഡ് ചാർജ് ഓരോ കുട്ടികൾക്ക് ഒരു ഫിക്സഡ് ചാർജ് പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ പൈസയുടെ പകുതി ആവാം, അല്ലെങ്കിൽ കാൽഭാഗമാകാം, എങ്ങനെ വേണേലും ആകാം. അപ്പോൾ ഒരു ഫിക്സഡ് ചാർജ് ഉണ്ട്. ഫിക്സഡ് ചാർജ് ഞാൻ ഷോർട്ടായിട്ട് FC എന്ന് കൊടുക്കും. ഒരു ഫിക്സഡ് ചാർജ് ഉണ്ട്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അവിടുത്തെ മെസ്സിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ എത്ര രൂപയാകും അതും കൂടെ കൂട്ടിയാണ് ഓരോ കുട്ടിക്കും അവരൊരു മാസം ഫീസ് ഹോസ്റ്റൽ ചാർജ് പറയുന്നത്. ഇനി ഇവിടെ 2 സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് A, when a student A takes food for 20 days, 20 ദിവസത്തേക്ക് ഒരു കുട്ടി സ്റ്റുഡൻറ്റ് A ആണ് ഭക്ഷണം കഴിച്ചപ്പോൾ ഷീ ഹാസ് ടു പേ 1000 rupees ആസ് ഹോസ്റ്റൽ ചാർജ്. ഒരു മാസം ആ കുട്ടിക്ക് ഹോസ്റ്റൽ ചാർജ് കൊടുക്കേണ്ടി വന്നത് 1000 രൂപയാണ്. അപ്പം ഞാൻ സിറ്റുവേഷൻ A, ഫസ്റ്റ് കണ്ടീഷനായിട്ട് Aയുടെ കേസാണ് എടുക്കുന്നത്. അപ്പോൾ മൊത്തം 1000 rupees ആ കുട്ടിക്ക് കൊടുക്കേണ്ടി വന്നു. അതിൽ 1% ഫിക്സഡ് ചാർജാണ്, നമുക്ക് എത്രയാണെന്ന് അറിയില്ല. ബാക്കിയുള്ള പൈസ എന്ന് പറഞ്ഞാൽ ഭക്ഷണം 20 ദിവസം ഭക്ഷണം കഴിച്ചതിൻ്റെ പൈസയാണ്. ഇതുപോലെ സ്റ്റുഡൻറ്റ് ബിയുടെ കേസും പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ ഫിക്സഡ് ചാർജസ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഫുഡ് പെർ ഡേ. ആ ഹോസ്റ്റലിലെ ഫിക്സഡ് ചാർജ് എത്ര, അതുപോലെ ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നതിന് എത്ര രൂപയാവും, ഒരു ദിവസത്തെ ഭക്ഷണവും ഭക്ഷണത്തിൻ്റെ പൈസയും, അതുപോലെ ആ ഹോസ്റ്റലിലെ ഫിക്സഡ് ചാർജ് എന്താണ്, ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ എന്താണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അവർക്ക് വേണം എപ്പോഴും നമ്മൾ വേരിയബിൾസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അതിനുവേണ്ടി ഞാൻ ഫിക്സഡ് ചാർജ് എത്രയാണെന്ന് അറിയില്ല, അതിന് ഞാൻ എക്സ് എന്നുള്ള വേരിയബിൾ ഇട്ട് കൊടുത്തു, X. അതുപോലെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൻ്റെ ചാർജ് അടുത്ത വേരിയബിൾ Y ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്കിനി ഇവിടെ ഫിക്സഡ് ചാർജിന് പകരം ഇനി ഞാൻ ഫസ്റ്റ് കണ്ടീഷനാണ് എഴുതാൻ പോകുന്നത്. അത് എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഫിക്സഡ് ചാർജിന് പകരം നമുക്ക് ഇവിടെ X ഇട്ട് കൊടുക്കാം. ഇനി കോസ്റ്റ് ഓഫ് ഫുഡ് പെർ ഡേ, ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ കോസ്റ്റ് ഓഫ് ഫുഡ് ഫോർ 1 day, ഒരു ദിവസം ഭക്ഷണം കഴിച്ചപ്പോൾ ആ കുട്ടിക്ക് Y ആയെങ്കിൽ ഇവിടെ A എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് ടോട്ടൽ 20 ദിവസം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ ഭക്ഷണത്തിൻ്റെ പൈസ മാത്രം എത്രയാവും? ഒരു ദിവസത്തേക്ക് 20 രൂപ എങ്കിൽ കോസ്റ്റ് ഓഫ് ഫുഡ് ഫോർ 20 ദിവസത്തേക്ക് 20 ഇൻറ്റു ഒരു ദിവസത്തെ ചാർജ്, അത് വൈ, 20 ഇൻറ്റു വൈ 20 റുപ്പീസ്. അപ്പോൾ ഈ കുട്ടിയുടെ ഫിക്സഡ് ചാർജ് എക്സ്, 20 ദിവസം ഭക്ഷണം കഴിച്ചപ്പോൾ ഭക്ഷണത്തിന് മാത്രം 20 ഇൻറ്റു വൈ റുപ്പീസായി. അപ്പം നമുക്ക് ഈ ഫസ്റ്റ് കണ്ടീഷനിൽ നിന്ന് ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഫിക്സഡ് ചാർജ് നമ്മൾ എടുത്തിട്ടുള്ളത് എക്സ് ആണ്. അപ്പോൾ ഫിക്സഡ് ചാർജിന് പകരം എക്സ് റുപ്പീസ്, അതുപോലെ കോസ്റ്റ് ഓഫ് ഫുഡ് ഫോർ 20 ഡേയ്സ്, 20 ദിവസം ഭക്ഷണം കഴിച്ചപ്പോൾ 20 റുപ്പീസായി. രണ്ടും കൂടി ആഡ് ചെയ്ത് മൊത്തം ആ കുട്ടിക്ക് കൊടുക്കേണ്ടി വന്നത് 1000 രൂപ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റി. ഇതുപോലെ സെക്കൻഡ് കണ്ടീഷൻ സ്റ്റുഡൻറ്റ് ബിയുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താണെന്ന് നോക്കാം. സ്റ്റുഡൻറ്റ് ബിയുടെ കാര്യം പറഞ്ഞിട്ടുള്ളത്, സ്റ്റുഡൻറ്റ് ബി ഹു ടേക്സ് ഫുഡ് ഫോർ 26 ഡേയ്സ്, 26 ഡേയ്സ് ആണ് ഫുഡ് കഴിച്ചത് ആ ഹോസ്റ്റലിൽ നിന്ന്. ആൻഡ് ഷീ പേയ്സ് റുപ്പീസ് 1180 ആസ് ഹോസ്റ്റൽ ചാർജ്. ആ കുട്ടിക്ക് ഇത്രയും രൂപ കൊടുക്കേണ്ടി വന്നു. സ്റ്റുഡൻറ്റ് എ 20 ദിവസമേ ഭക്ഷണം കഴിച്ചുള്ളൂ, 1000 രൂപ കൊടുക്കേണ്ടി വന്നു, ഫിക്സഡ് ചാർജും കൂടെ കൂട്ടി. സ്റ്റുഡൻറ്റ് ബി ഒരു എക്സ്ട്രാ ഒരു 6 ദിവസം കൂടി ആ കുട്ടി അവിടുന്ന് ഭക്ഷണം കഴിച്ചു. ആ കുട്ടിക്ക് ഇവിടെ 180 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ ഫിക്സഡ് ചാർജ് എല്ലാ കുട്ടികൾക്കും സെയിം തന്നെ, ഹോസ്റ്റൽ ഭക്ഷണത്തിൻ്റെ പൈസയും സെയിം തന്നെ, എത്ര ദിവസം എടുക്കുന്നു എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ കുട്ടിക്ക് ഇതുപോലെ തന്നെയായിരിക്കും, ഒരു ഫിക്സഡ് ചാർജും അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡേയ്സ് ഭക്ഷണം കഴിച്ചതിൻ്റെയും കൂടി കൂട്ടിയാണ് ഈ കുട്ടിക്ക് ഈ തുക വന്നിട്ടുള്ളത്. ഫിക്സഡ് ചാർജ് നമുക്ക് എക്സ് ആണെന്നറിയാം. ഈ കുട്ടി ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ എടുക്കുന്നത് വൈ റുപ്പീസ് ആണെങ്കിൽ 20 ദിവസം 20 ഇൻറ്റു വൈ, അപ്പം 26 ദിവസം 26 ഇൻറ്റു വൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1180. ഇവിടുന്ന് നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് നെയിം ചെയ്യാം, ഇക്വേഷൻ നമ്പർ 2 എന്ന് നെയിം ചെയ്യാം. ഇപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ക്വസ്റ്റ്യൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഏത് ഓൾജിബ്രൈക്ക് മെത്തേഡ് വെച്ച് നമുക്കിത് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഓൾജിബ്രൈക്ക് മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിമിനേഷൻ മെത്തേഡ്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്, ഇത്രയും മെത്തേഡ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏത് മെത്തേഡാണോ സ്യൂട്ടബിൾ, ഇഷ്ടമുള്ള മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ നമുക്ക് കോൺസ്റ്റൻറ്റ് വാല്യൂ ഒക്കെ കുറച്ച് വലിയ വാല്യൂ ആണ്, 1000, 1180, ഇത്ര വലിയ വാല്യൂസ് നമുക്ക് ഇൻറ്റിജേഴ്സൊക്കെ വരുവാണെന്നാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് കുറച്ചുകൂടി എളുപ്പം. ഞാനിപ്പോൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലാണ്, കാരണം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൻ്റെ ഒത്തിരി എക്സാമ്പിൾസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു എക്സസൈസ് ഫുള്ളും ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കിട്ടിയ 2 ഇക്വേഷൻസ് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൻ്റെ ഫോർമാറ്റും എഴുതിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, 1000 കോൺസ്റ്റൻറ്റ് ടേം അല്ല, ഇക്വേഷൻ്റെ അപ്പുറത്താണ്, അതായത് ഒരു സൈഡിലല്ല. ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ 0 അല്ല, കോൺസ്റ്റൻറ്റ് ടേംസിനല്ല. ഞാൻ അതുപോലെ തന്നെ ചേഞ്ച് ഒന്നും വരാതെ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാതെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എക്സ് വൈ 1 അല്ല ഇടേണ്ടത്, -1 ആണ് ഇടേണ്ടത്. ഇനി ഈ 1000 ഇങ്ങോട്ട് വരുമ്പോൾ -1000 ഇസ് ഈക്വൽ ടു 0, അതുപോലെ ഇത് -118 ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ 1 ഇടണം, C1ഉം C2ഉം നെഗറ്റീവ് വാല്യൂസ് വരികയും ചെയ്യും. ഇനി നമുക്ക് ഇതിന് പകരം B1നും B2നൊക്കെ അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ന്യൂമറേറ്റർ എക്സ് എഴുതുക, എക്സ് ബൈ 20 ഇൻറ്റു 1180 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 23,600 കിട്ടും. മൈനസ് അതുപോലെ 26 ഇൻറ്റു 1000 26,000 ഇസ് ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 1000 മൈനസ് 1180 ഇൻറ്റു 1180 ഇസ് ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 26 മൈനസ് 1 ഇൻറ്റു 20. ഇത് സോൾവ് ചെയ്ത് വാല്യൂസ് എഴുതുക. എക്സ് ബൈ
ഇതിൽ നിന്ന് ഈ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -2400. അതുപോലെ y/1000 മൈനസ് ദിസ് ടേം -180 ഇസ് ഈക്വൽ ടു -1/26 - 26. ഇനി നമുക്ക് സോൾവ് ചെയ്തിട്ട് നമുക്ക് എക്സിന് ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. എക്സ് ഇസ് ഈക്വൽ ടു -1/6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അവിടുന്ന് എക്സ് വാല്യൂ കണ്ടുപിടിക്കുക. എക്സ് ഇസ് ഈക്വൽ ടു ഈ ഒരു പാർട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടേക്കുവാണ്, അങ്ങോട്ട് പോകുമ്പോൾ ഇത് ഇൻറ്റു -2400 എന്നാകും. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, ഈ ടേമിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 400. അപ്പോൾ നമുക്ക് എക്സ് 400 കിട്ടും. അതുപോലെ y/180 -180 ഇസ് ഈക്വൽ ടു നമ്മൾ ഈ -1/6 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇവിടുന്ന് y ഇസ് ഈക്വൽ ടു -180 ഇങ്ങോട്ട് പോകുമ്പോൾ ഈ പാർട്ട് ഇൻറ്റു -180, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, 180 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 30. അപ്പോൾ നമുക്ക് എക്സും വൈയും കിട്ടും. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടി. ഇനി എന്താണ് എക്സും വൈയും? നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇത് ഫിക്സഡ് ചാർജ് BX, ഫിക്സഡ് ചാർജാണ്, ഹോസ്റ്റലിലെ ഫിക്സഡ് ചാർജാണ് എക്സ്, അത് 400 rupees. സോ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 400 rupees ആണ് ഫിക്സഡ് ചാർജ് എന്ന് എഴുതാം. അതുപോലെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൻ്റെ പൈസയാണ് നമ്മൾ വൈ ആയിട്ട് എടുത്തത്, അത് 30 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ദാറ്റ് ഇസ് 30 rupees. ഇങ്ങനെയാണിത് സോൾവ് ചെയ്യുന്നത്.